ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടൺ സാരീസാണ്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ സാരീസാണ് കേട്ടോ. ഇതേപോലെ വരിക. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് അവൈലബിലിറ്റി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിന് എപ്പോഴും നമുക്ക് അത്രയും എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ ആണ്. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നമുക്കിത് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരും ആൻറ്റിമാരും അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഫങ്ഷൻ വെയർ ആയിട്ടും ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ തന്നെ ഇതേപോലത്തെ എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരീസ് ഉടുത്തു പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ബോഡിയിൽ കണ്ടോ ഇതേപോലത്തെ ബുട്ട വീവിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സിംഗിൾ ചെക്ക് പാറ്റേണും വരുന്നുണ്ട്. ബോർഡേഴ്സ് ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിലും ഈ ബുട്ടാസും ഡിഫറെൻ്റ് ആയിരിക്കും, കളർ കോമ്പിനേഷൻ ഡിഫറെൻ്റായി അങ്ങനെ വരുന്ന ഒരു 10 നമ്പർ സാരീസാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലത് മൾട്ടിപ്പിൾ പീസ് ഉണ്ട്, ചിലത് സിംഗിൾ പീസേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ നാളായി നമ്മളിത് കൊണ്ടുവരാൻ ഇത്തിരി ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എൻക്വയറിയാണ്. അത്രയും ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി. ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് മാത്രമല്ല, ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് ഇഷ്ടമുള്ളവർ. അപ്പോൾ അവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാമെന്നറിയാം. വേഗം വേഗം ഓരോന്ന് കാണിക്കാം. ഫസ്റ്റ് സാരി ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഇതേപോലെ വരിക, ഇങ്ങനെ വരിക കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു റെഡിഷ് മെറൂൺ അങ്ങനത്തെ ഒരു ടോൺ തന്നെയാണ്. ഒരുപാട് ഇങ്ങനെ ബ്രൈറ്റ് അല്ല, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന കളർ കോമ്പിനേഷനാണ്. ഇതേപോലെ ഒരു യെല്ലോയിഷ് ടോണാണ് ബോർഡേഴ്സ് വരുന്നത്. ആൻഡ് പല്ലു വരുന്നത് ഇതേപോലെ. അതിൽ ബുട്ട വീവിങ്ങും എല്ലാം ഹാൻഡ്ലൂമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് വിത്ത് ടാസിൽസ്. ആ സാരിയിൽ നിന്ന് തന്നെയുള്ള ഒരു ടാസിൽസ് വരുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. കണ്ടോ, ആ ഒരു പല്ലുവിൻ്റെയും ബോർഡറിൻ്റെയും ഒക്കെ കളറായിരിക്കും ബ്ലൗസ്. അതിൽ ഇതേപോലെ നൈസായിട്ടുള്ളൊരു പാറ്റേൺ പോയിട്ടുണ്ട്, ലൈൻ പാറ്റേൺ വിത്ത് ഇതേപോലത്തെ ബോർഡറാണ്. നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസായിട്ട് വെയർ ചെയ്ത് വരാൻ. പിന്നെ ഇത് ഭംഗിയുമാണ്, അതേസമയം അത്ര കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പോൾ ഉടുക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ടാണ് എല്ലാവരും നോക്കുന്നത്. ഭംഗിയുണ്ട്, അതിനോടൊപ്പം നല്ല കംഫർട്ടാണ്. പ്യുവർ കോട്ടൺ ആ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇതേപോലെ സാരി ഇത് പല്ലുവിൻ്റെ അടുത്തേക്ക് വരുന്നിടത്താണ് ഇങ്ങനെ അടുത്ത് ബുട്ട വരുന്നത്. ബോഡിയിലോട്ട് വരുന്തോറും ഇങ്ങനെ ഗ്യാപ്പായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ബുട്ട വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സാരി വരിക കേട്ടോ. പല്ലു ഇതേപോലെ. അപ്പോൾ റേറ്റ് വരുന്നത് എപ്പോഴത്തെയും പോലെ 2750 ആണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്, 2750. അടുത്തത് നമ്പർ 2 ആണ്. ഇതേപോലെ ലൈറ്റ് ഒരു ഗ്രീനാണ്. നല്ല ഭംഗിയുള്ളൊരു വാഴക്കൊമ്പിൻ്റെ ഒക്കെ ഒരു കളർ എന്ന് പറയില്ല, ആ ഒരു ടിൻ്റ് ഓഫ് കളറാണ് വരുന്നത്. ആൻഡ് ബോർഡേഴ്സ് വരുന്നത് ഇതേപോലെ ആ ഒരു മജന്ത പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് പോവുകയാണെങ്കിലും ആപ്റ്റായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാതും വന്നിട്ടുള്ളത്. ഒരെണ്ണം ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേപോലെ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഡ്രസ്സായിട്ട് നമുക്ക് പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് ഇടാൻ പറ്റുന്ന സാരിയാണ്. ഇവിടെ ഒരു സെറി ബോർഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇതേപോലെ സാരി വരിക. ആൻഡ് പല്ലു ഇതേപോലെ വരിക കേട്ടോ. ഇത് മാത്രം ഞാനൊന്ന് ഓപ്പൺ ചെയ്യണേ, ബാക്കി അതിൻ്റെ ഫോൾഡിങ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. എല്ലാവർക്കും പിന്നെ ഇത് ഒരുപാട് വട്ടം നമ്മളിത് കൊണ്ടുവരാറുള്ളതുകൊണ്ട് സാരീനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. എന്നാൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ 2 ആണ് കേട്ടോ. ബ്ലൗസ് ഇതേപോലെ വരുന്നത് കണ്ടോ. ചിലതിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ കട്ട് ചെയ്യണതല്ല, അവർ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. 2 സൈഡിലും ഇതേപോലെ ബോർഡേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ വിത്ത് ബ്ലൗസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുമ്പോൾ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, സെയിം റേറ്റാണ്. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ബ്രിക്ക് ബ്രൗൺ ആ ഒരു ഷെയ്ഡാണ്.
നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല, ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ ബോർഡേഴ്സ് കണ്ടോ, ആ ഒരു കോൺട്രാസ്റ്റ് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്പർ 3 ആണ്. അതേപോലെ ബുട്ട വീവിങ്ങും സൂപ്പർബാണ്. ഇതേപോലെ കേട്ടോ, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തോളൂ. പല്ലു ഇതേപോലെ കേട്ടോ. ഈ പല്ലുവിലൊക്കെ ആ ഒരു സെറി വീവിങ് പോകുന്നുണ്ട് കേട്ടോ. വിത്ത് ടാസിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ആ ഒരു പല്ലുവിൻ്റെ കളർ തന്നെ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. വെയർ ചെയ്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും കേട്ടോ. ഇതേപോലെ സാരി വരും. ഇനി അത്രയും ഈ ഹാൻഡ്ലൂം കോട്ടണൊക്കെ ഇഷ്ടമുള്ളവർ, അമ്മമാർക്കോ ചേച്ചിമാർക്കോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനും കൂടിയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഒരുപാട് പേര് ഹാൻഡ്ലൂം കോട്ടൺ ഗിഫ്റ്റ് പർപ്പസിന് വേണ്ടി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അഡ്രസ്സൊക്കെ അയച്ചു തന്നാൽ നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കും. ഇതേപോലെ സാരി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 2750. അടുത്തത് നമ്പർ 4 ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഹ്യൂജ് എൻക്വയറി ആയിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷന്. ഇപ്പോൾ ഇത് വളരെ കുറച്ച് പീസസ് വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ല ഡാർക്ക് ബ്ലൂവിൽ ആ ഒരു ചെക്ക് പാറ്റേണും ബുട്ട വീവിങ്ങും ഒക്കെ സൂപ്പർബാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനും സൂപ്പർബാണ് കേട്ടോ. പല്ലു കണ്ടോ, ഇതേപോലെ വരിക കേട്ടോ. ആൻഡ് ബ്ലൗസ് പല്ലുവിൻ്റെ അതേ കളറ് ഇങ്ങനെ വരും. നല്ല ഭംഗിയായിരിക്കും സാരി വെയർ ചെയ്ത് വരുമ്പോൾ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെയാണ്, വളരെ കംഫർട്ടബിളാണ്, ഒതുങ്ങി ഭംഗിയിൽ കിടക്കും. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് ഇതേപോലെ വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. സാരി ബ്ലൗസും കൂടെ സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 2750. അടുത്തത് നമ്പർ 5 ആണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് പോലെ ഡബിൾ ത്രെഡ് വരുന്നത് കൊണ്ട് അങ്ങനെയാണ് വരുന്നത്. ഒരു മസ്റ്റാർഡും പിന്നെന്താ ഒരു പർപ്പിളിൻ്റെ ഒരു ടോണും ഒക്കെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് ഇങ്ങനെ വരുന്നത്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഒരു യെല്ലോയിഷ് ബ്രൗൺ ആൻഡ് പർപ്പിളിൻ്റെ ടിൻ്റായിട്ടാണ് വരുന്നത്. ആൻഡ് പല്ലു ഇതേപോലെ വരിക. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് ഹാൻഡ്ലൂമിൽ ഇങ്ങനെ വരുന്നതാണ്. ആ ഒരു ഡൈയിങ് പ്രൊസീജിയറും വീവിങ്ങും ഒക്കെ വരുമ്പോൾ വരുന്നതാണ്. ഡാമേജ് അല്ല കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആൻഡ് ബ്ലൗസ് വരുന്നത് പല്ലുവിൻ്റെ അതേ കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതേപോലെ ഇത് പ്യുവർ ഹാൻഡ്ലൂം ആയതുകൊണ്ട് അങ്ങനെ കൈത്തറിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞു സ്ക്രാച്ചസും ത്രെഡ് പുള്ളിങ്ങും ഒക്കെ ഉണ്ടാവുന്നത് തികച്ചും നോർമലാണ് കേട്ടോ. നമ്മൾ പ്യുവർ സാരീസ് കൂടുതൽ ചെയ്യണതുകൊണ്ടാണ് മിക്ക വീഡിയോസിൽ ഇത് തന്നെ പറയേണ്ടി വരാറ്. അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹാൻഡ്ലൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പം എല്ലാം മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. ഇതേപോലെ സാരി വരുന്നത് റേറ്റ് 2750. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ വരിക കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇതിലും ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് ടിൻറ്റ് പോലെ വരും. ഒരു ബ്ലൂയിഷ് ടോണും ഒക്കെ മിക്സായിട്ട് വരുന്ന ഒരു കളറാണ്. ഒരു സ്പെഷ്യൽ കളറാണ് കണ്ടോ. ഒരു ആഷ് ഗ്രേ അല്ല, ഒരു ബ്ലൂവിൻ്റെ ഒരു ടിൻറ്റും ഒക്കെ വരുന്ന ഒരു കളറാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. റെയർ കോമ്പിനേഷൻ വേണ്ടവർക്ക് പറ്റിയൊരു സംഭവമാണ്. പല്ലു ഇതേപോലെ ഇത്തിരിയും കൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള കളറ്. ബ്ലൗസ് ഇതേപോലെ. അപ്പോൾ ഈ സാരി ബ്ലൗസുമായിട്ട് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. മിനിമൽ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ ആയിരിക്കും കൂടുതലും നല്ലതാവുക കേട്ടോ. സിമ്പിൾ ആൻഡ് സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാം. നമ്പർ 6. അടുത്തത് നമ്പർ 7. ഇതും നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പീസായിരുന്നു കേട്ടോ. സെയിം തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല സമയത്തും ഇതിൻ്റെ ബുട്ടാസിൽ ഡിഫറൻസ് ആയിട്ട് വരാറുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും. ഇതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം കാണിച്ച സെയിം പാറ്റേൺ ആണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് സ്ക്രീൻഷോട്ട് വന്നിട്ട് എനിക്ക് കണ്ട പോലെയുള്ളൊരു ഫീലുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും കണ്ടോ. ഇത് കുറേ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതേപോലെ കേട്ടോ. പല്ലു ബ്ലൗസ് ഇതിന് ഇതേപോലെ കണ്ടോ. നല്ല ഭംഗിയായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് സെറ്റ് ചെയ്ത് വരുമ്പോൾ. ഇതേപോലെ റേറ്റ് സെയിം 2750.
അടുത്തത് നമ്പർ 8 ആണ്. ഇതേപോലെ വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് കേട്ടോ. ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ്. ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ. ഈ ഡാർക്ക് ബ്ലൂ പല്ലു ബ്ലൗസും വരണതിന് നമുക്ക് എപ്പോഴും കൂടുതൽ എൻക്വയറി കിട്ടാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ ഒരു വീവിങ്ങിലും സെറിയിലൊക്കെ വരുമ്പോൾ അത് ഇത്രയും കൂടെ ഭംഗി ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന കളറായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേപോലെ ബ്ലൗസ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ ഇത് ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തു വരാനൊക്കെ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ വേണമെന്നുള്ളവർ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. ഇതേപോലെ കേട്ടോ. നമ്പർ 8. അടുത്തത് നമ്പർ 9 ആണ്. നല്ല ബ്ലൂ ആണ്. ഇതേപോലെ വിത്ത് ഡാർക്ക് ബ്ലൂ. ഡാർക്ക് ബ്ലൂ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കൂടുതൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ കേട്ടോ. പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ഇതൊരു ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഇതേപോലെ കേട്ടോ. നമ്പർ 9 ആണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. റേറ്റ് 2750. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ ഒരു പ്രത്യേക ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രൗണിഷ് ടിൻ്റാണ് വരുന്നത്. അതിനിതാ പർപ്പിൾ, നല്ല ഭംഗിയുള്ള പർപ്പിളാണ് ബോർഡർ. പല്ലും ബ്ലൗസും സെയിം കളറാണ് കേട്ടോ. ഇതേപോലെ പല്ലു വരിക. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ആ ഒരു ബ്ലൗസിൻ്റെ അതെ പല്ലുവിൻ്റെ അതെ ആ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പർബാണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതായിരുന്നു ലാസ്റ്റ് സാരി കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമ്പർ 10 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഭംഗിയുള്ള സാരീസും സെറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുന്നേ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു ആശംസിക്കുകയാണ്. ഇനി നമുക്ക് 14th and 15th പോസ്റ്റൽ ആൻഡ് കൊറിയർ ഹോളിഡേ ആയിരിക്കും. അതിന് ശേഷമായിരിക്കും ഡെസ്പാച്ച് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.